فإن أمارتي بالسوء ما اتعظت من جهلها بنذير الشيب والهرم. ഇമാം ഷറഫുദ്ദീൻ മുഹമ്മദ് അൽ ബൂസീരി റഹിമഹുല്ല ഒന്നാം ഫസൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഫസലിൽ ഒരു ಮನುಷ್ಯರೋ ದೇಹಚ್ಛತ ಬಗ್ಗೆ ವಿವರಿಕರು. ಮನುಷ್ಯಗೂ ಈಮಾനും മഹബത്തും നഷ്ടപ്പെടുകയുള്ള ഒരു പ്രധാനപ്പെട്ട കാരണ അവൻ്റെ ശരീരത്തൊട്ടിക്കുള്ള മഹബത്തും ശരീരത്തൊട്ടിക്കുള്ള ഒരു അനുസരണയും അവൻ്റെ ദേഹച്ചക്കനുസരിച്ചിട്ടുള്ള അവൻ്റെ നീക്കുപോക്കായിട്ടിട് ഈ മഹബത്തുകളെല്ലാം തടസ്താവ കാരണ. അപ്പം ഞങ്ങളെ പോലത്തെ ആൽമാർക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിക്കുള്ള മഹബത്ത് നഷ്ടപ്പെടുകയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണ അത് ഹവൻ നഫ്സായിട്ടിക്കിട് അവൻ്റെ ശരീരത്തൊട്ടിക്കുള്ള ഒരു മഹബത്തും ശരീരത്തൊട്ടിക്കുള്ള ഒരു അനുസരണമായിട്ടിക്കിട് തടി ചെന്ന പോലെ കേൾക്കുന്നത് കൊണ്ടായിട്ടിക്കിട് ഇത്രയും ഈ മഹബത്തും ഈ തഖ്വയും ഈ ഈമാനും മനുഷ്യക്ക് കുറയോ കാരണ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹിമഹുല്ല ഞങ്ങൾക്ക് ഉപദേശിക്കുമെങ്കിലും സ്വന്തം ശരീരത്തെ ಬಗ್ಗೆ അയാൾ ചെന്നിട്ട് പരോക്ഷമായിട്ട് ഞങ്ങൾക്ക് ഉപദേശാക്കടോ സ്വാലിഹീങ്ങളെ സ്വഭാവം അങ്ങനെ ആയിട്ടിക്കിട് സ്വന്തം തടിരൊട്ടിക്ക് ഉപദേശാക്കടോ. ഫഇന്ന അമ്മാറത്തി നൻ്റെ തടി അത് അമ്മാറത്തു നഫ്സ് ചെള്ള ആയിട്ടിക്കിട്. അഥവാ ഒരു മനുഷ്യരുടെ ശരീരത്തോ സാധാരണ ഒരു 7 പിന്നെ ഒരു 5, 6, 7 ഐറ്റം ആയിട്ടിക്കിട്ടിക്കിട് മഹാന്മാരായ സൂഫിയാക്കളായ ആലിമീങ്ങൾ ചെല്ലോ ഒരു മനുഷ്യരുടെ ശരീര 5 രൂപത്തിൽ അതിൽ ഒന്നാമത്തേതായിട്ടിക്കിട് അന്നഫ്സുൽ അമ്മാറ. അന്നഫ്സുൽ അമ്മാറാന്ന് ചെല്ല അമ്മാറത്തായ നഫ്സ് എന്നെങ്കിൽ അവൻ്റെ ശരീര എപ്പോഴും അവൻ്റെ ബെടക്കിലേക്ക് ഒരു കൽപ്പന ആക്കടോ അവൻ്റെ തടി എപ്പോഴും അവൻ്റെ ബെടക്കത്തരത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണ്ടോ ഒരു ഇതായിട്ടിക്കിട് ദുനിയാവുടെ സുഖങ്ങൾ ദുനിയാവുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ വേനായിട്ടേ വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു സ്വഭാവത്തെ ശരീരത്തെ ಬಗ್ಗೆ അന്നഫ്സുൽ അമ്മാറ അതായിട്ടിക്കിട്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനിൽ ചെല്ലോ വമാ ഉബർരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ആരോപണങ്ങൾ വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലോ ഞാൻ നിരപരാധി ആയെങ്കിൽ പോലും നിരപരാധി എന്നിട്ട് ഞാൻ ഘോഷണാക്കില്ല. കാരണം എല്ലാ ശരീരവും അത് അമ്മാറത്തു നഫ്സായിട്ടിക്കിട് എല്ലാ തടിയും ബെടക്ക് പ്രേരണ ആക്കടോ ബെടക്ക് കൽപ്പന ആക്കടോ ബെടക്ക് നിർദ്ദേശിക്കടോ തടിയായിട്ടിക്കിട്. അതുകൊണ്ടിട്ടു താൽമേർ ഒരു പലക്കായിട്ടിക്കിട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലും. അപ്പോൾ ഒന്നാമത്തത് നഫ്സുൽ അമ്മാറ. ആ ഒന്നാമത്തെ സ്റ്റേജിലായിട്ടിക്കിട് നാനുള്ളോ ചെന്നിട്ട് ബഹുമാനപ്പെട്ട മഹാനായ ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളൊട്ടിക്ക് ചൊല്ലും. യഥാർത്ഥത്തിൽ അയാൾ അതിനെ ഉയർന്ന സ്ഥാനത്തിലുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു മനുഷ്യ അവിടെ തടിരോ പിന്നെ പരിശീലനാക്കിയിട്ട് ഇബാദത്ത് എടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ അന്നഫ്സുൽ ലവ്വാമാണ് വേണ്ട. അവന് സ്വന്തം തടിര ಬಗ್ಗೆ ഒരു ബോധമുണ്ടോ നഫ്സുൽ ലവ്വാമ. തടിര ಬಗ್ಗೆ ഇങ്ങനെ ആക്ഷേപിച്ചോണ്ടിരിക്കരുത് നീ ആക്കണത് സമല്ല നീ നിൻ്റെ ഈ നീക്കുപോക്കൊന്നും സമല്ല ചൊല്ലോ ഒരു ബോധ ഒരു അവസ്ഥയ്ക്ക് അവന് എത്തുമ്പോൾ നഫ്സുൽ ലവ്വാമ അവിടെ അതിലെല്ലാം അവನು ആ തടിരോ ആ ബോധത്തോടു കൂടെ തടിരോ നല്ലൊരു മട്ടത്തേക്ക് വിവാദത്തിലായിട്ട് ഇങ്ങനെ എത്തുവട്ടുമ്പോൾ അപ്പോൾ അവന് മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തുക. അപ്പോൾ അന്നഫ്സുൽ മുത്മഇന്ന നല്ല ഒരു മുത്മഇന്നത്തായ ശരീരത്തിൽ അവൻ എത്തുക. മൂന്നാമത്തെ സ്റ്റാർട്ടിಗೆ അവൻ വരുമ്പോൾ അന്നഫ്സുൽ മുത്മഇന്ന നല്ല വയ്യല്ലത്തി തനവറത്ത് ബിനൂറിൽ ഖൽബ് അവൻ്റെ ഹൃദയ പ്രകാശിക്കട് ആ ഹൃദയ ശുദ്ധിയോട് നല്ല നല്ല ആത്മീയമായ ഒരു മാർഗത്തിൽ അവൻ എത്തുമ്പോൾ അന്നഫ്സുൽ മുത്മഇന്ന. പിന്നെയാണോ നല്ല ഒരു പിന്നെയും വിവാദത്തെടുത്ത് അവിടെ തട്ടിര നല്ല സെറ്റപ്പാക്കിയിട്ട് വരുമ്പോൾ അവന് അന്നഫ്സുൽ മുൽഹിമ നാലാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ നഫ്സുൽ മുൽഹിമ അവിടേക്ക് വന്നെത്തുക. കാരണം നഫ്സുൽ മുൽഹിമ എന്നെങ്കിൽ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പല ഒരു ഇൽഹാമും അവൻ്റെ മനസ്സ് കിട്ടുകൊടുക്കൂ അവൻ്റെ ഹൃദയം കൊണ്ടിട്ടു അവന് പലതും അറിയുകൊള്ള ഒരവസ്ഥയ്ക്ക് അവനെത്തുക നല്ലൊരു സ്ഥാനത്തേക്ക് അവനെത്തുക. അങ്ങനെ അഞ്ചാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോൾ പിന്നെയും അവൻ ഇബാദത്തായി എടുത്ത് വരുമ്പോൾ അന്നഫ്സുർ റാളിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തപ്പെടുന്ന ഒരു ശരീര അള്ളാഹു അവനിക്ക് എന്തൊരു വിധിച്ചെങ്കിലും അൽഹംദുലില്ലാ എത്ര വലിയ മുസീബത്ത് വന്നെങ്കിലും അൽഹംദുലില്ലാ. ആ സ്റ്റേജിൽ എത്തുമ്പോൾ അവൻ അഞ്ചാമത്തെ സ്റ്റേജിൽ എത്തുക അന്നഫ്സുർ റാളിയ. പിന്നെയും അതിനെ മേൽ പോയിട്ടെത്തുമ്പോൾ അന്നഫ്സുൽ മർലിയ
ആ മർലിയായ ഒരു സ്ഥാനത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തപ്പെടുന്ന ഒരു അവസ്ഥക്ക് അള്ളമേ അവൻ്റെ എന്താക്കട പൊരുത്തപ്പെടുക അള്ള ഇഷ്ടപ്പെടുക അള്ള സ്വീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അവൻ എത്തുക. അങ്ങനെ 6ാമത്തെ സ്റ്റേജിക്ക് പിന്നെയും അവൻ പോയിട്ടെത്തുമ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുമ്പോൾ അത് അംബിയാ മുർസലുകളും മഹാന്മാരായ അംബിയാ മുർസലുകൾ എത്ര ഒരു സ്റ്റേജായിട്ട് അന്നഫ്സു സ്വാലിഹായ വ്യക്തിയായിട്ട് അവൻ മാറുക. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹിമഹുല്ല ഇതിൽ നഫ്സുൽ അമ്മാറ ನಾನು 1ാമത്തെ സ്റ്റേജിലുള്ള ചൊല്ലോ. ಅದರರ್ಥ ನಂಗೆ ಉಪದೇಶ ಕೊಡೋ നിങ്ങൾ ഈ 1ാമത്തെ സ്റ്റേജിൽ ഉള്ളാറ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മഹബത്ത് നിങ്ങൾക്ക് അർത്ഥാവില്ല. അതുകൊണ്ട് നിങ്ങൾ നണ്ട് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഈ മഹബത്ത് അർത്ഥാവില്ല. നിങ്ങൾക്ക് ഈ മഹബത്ത് നിങ്ങളെ മനസ്സ് കിടക്കാത്തതേ നിങ്ങൾ നഫ്സുൽ അമ്മാറത്തിലുള്ളാറ്. അതൊരു ഉപദേശമായിട്ട് ഇവിടെ നമുക്ക് ചൊല്ലോ. ഫഇന്ന അമ്മാറത്തി ബിസ്സൂഇ മത്തഅലത്. നൻ്റെ ഈ അമ്മാറത്താകുന്ന ഈ ശരീര അത് വിടക്ക് കൊണ്ട് കൽപ്പിക്കുന്ന ഈ നൻ്റെ ഈ തടി മത്തഅലത്ത് അത് എത്ര ഉപദേശം കൊടുത്തെങ്കിലും സ്വീകരിക്കില്ല. മിൻ ജഹലിഹ ಅದರ അറിവുകേട കാരണത്തിൽ ബി നദീർ ഷൈബി വൽ ഹറമി 2 ഉപദേശകന്മാർ എന്നൊക്കെ ಬಂದರಾರು. ഒന്ന് ഷൈബ് എന്ന് പറയുന്ന ചെന്ന പോലെ ഫസ്റ്റ് ബൈത്തിൽ ചെന്ന പോലമേ ഷൈബ് നിരപ്രായ ചൊല്ലുക ആ ഒരു മുന്നറിയിപ്പ് മുന്നച്ചരിക്ക തണ്ട ഒരു ഉപദേശകൻ അതും നമുക്ക് ಗೊತ್ತಾಯಿಲ್ಲ. ಉಲ್ ಹರಮಿ 2ാമത്തത് വാർദ്ധക്യ ക്ഷീണ വയസ്സാവുടോ ചൊല്ലുക ഒരു മുന്നച്ചരിക്ക തണ്ട ഒരാൾ. ഈ 2 ಬಗ್ಗೆ അറിവില്ലാത്തത് കൊണ്ടായിട്ട് നൻ്റെ ഈ അമ്മാറത്തു നഫ്സാകുന്ന ഈ ശരീര ഒരു ഉപദേശം സ്വീകരിക്കാത്തത്. അതുകൊണ്ട് ഈ ഉപദേശം സ്വീകരിക്കാത്ത കാലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിലുള്ള മഹബത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഷൈബ് ഹറം ചൊല്ലോ ഈ മുന്നച്ചരിക്ക തണ്ട ഈ ഒരു 2 ഉപദേശಗಳ ಬಗ್ಗೆ എപ്പോഴും ഓർമ്മ വെച്ചൊല്ലും മനസ്സിലാക്കണോ ചെല്ലതായിട്ട് ഉസൂരി ഇമാം നമുക്ക് പരോക്ഷമായിട്ടുള്ളൊരു ഉപദേശം തണ്ടോ.